കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന എല്ലാ യുക്തിവാദികളും കേരളത്തിലെ വെറുപ്പുൽപാദന ഫാക്ടറികളാണ്. അതായത് എങ്ങനെ മുസ്ലിമീങ്ങളെ വെറുക്കാം എന്നതാണ് അവരുടെ ഗവേഷണം. മറ്റു മതക്കാരായ ആളുകളോട് മറ്റു സമൂഹങ്ങൾ, നമ്മളിപ്പോൾ ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മറ്റുള്ള ആളുകളോട് ഇവർ ക്ലാസ് എടുക്കുകയാണ്. നേരം വെളുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വെറുക്കേണ്ട സാധനമാണ്, അവർ തീവ്രവാദികളാണ്, ഒരു മുസ്ലിമിനെ കണ്ടവനെ എപ്പോഴാണോ പൊട്ടിത്തെറിക്കാം എന്നുള്ള രീതിയിൽ മറ്റുള്ള ജനങ്ങളുടെ മനസ്സിനകത്ത് എത്രത്തോളം വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും മുസ്ലിമീങ്ങളോട് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കലാണ് കേരളത്തിലെ യുക്തിവാദികളുടെ പണി. നിങ്ങൾ നോക്കൂ, ഒരു ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ, അയാളാണല്ലോ അവരുടെയൊക്കെ നേതാവ്, യുക്തിവാദികളുടെ നേതാവ് അയാളാണ് അല്ലേ. അയാളെപ്പോലെ അറിയപ്പെട്ട വേറൊരു നേതാവുണ്ടോ യുക്തിവാദികൾക്കില്ല, ഇന്ന് കേരളത്തിൽ വേറെ ആരുമില്ല. പിന്നെ ഒരു ചെങ്കിസ് ഖാൻ ചെവിചന്ദ്രനുണ്ട്, മറ്റേ ആനക്കൊമ്പിനകത്തു നിന്നാണ് അജിനാമൊട്ട ഉണ്ടായ ആനക്കൊമ്പല്ലേ, പശുവിൻ്റെ കൊമ്പ, ഏതിൻ്റെ കൊമ്പ്? കടൽ ജീവിയുടെ കൊമ്പ്. അതെ, അമീർ ജോഹരിസ്ഥാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവണം അല്ലേ. അയാളെ നല്ല വീഡിയോസ്, നല്ല ചെറുപ്പക്കാരാണ്, അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണണം, നല്ല രീതിയിൽ വിമർശനം നടത്തുന്നൊരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പം ഇയാൾ പ്രൊഫസറാണ്. ഈ ചെവിചന്ദ്രൻ ചെങ്കിസ് ഖാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫസറാണ് അയാൾ എവിടെ നിന്ന് പ്രൊഫസറായി, എങ്ങനെ പ്രൊഫസർ? അയാൾ ഇംഗ്ലീഷ് പ്രൊഫസറാന്ന് പറയുന്നത്. എന്ത് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പ്രൊഫസറാണെങ്കിലും അയാൾക്ക് ചില ബോധങ്ങളുണ്ടാവില്ലേ. ആട്ടിൻ്റെ കൊമ്പിൽ നിന്നാണ്, പശുവിൻ്റെ കൊമ്പിൽ നിന്നാണ്, ആനയുടെ കൊമ്പിൽ നിന്നാണ് അജിനാമൊട്ടോ ഉണ്ടായെന്നൊക്കെ പറയണമെങ്കിൽ അവൻ്റെയൊക്കെ തൊലിക്കട്ടി കാണ്ടാമൃഗമൊക്കെ അയാളെ കണ്ട ഓടി വല്ല ആഫ്രിക്കയിലും പോകും. അമ്മാതിരി മനുഷ്യനാണ് അയാളൊക്കെ ശരിക്ക്. അപ്പോൾ ഇവരുടെയൊക്കെ പണി എന്താ? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ വെറുപ്പിക്കുക, ആളുകളോട് പറഞ്ഞ് മുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ടാക്കുക, വെറുപ്പുൽപാദിപ്പിക്കുക. വെറുപ്പുൽപാദന ഫാക്ടറികളാണ് കേരളത്തിലെ യുക്തിവാദികൾ, വെറുപ്പുൽപാദന ഫാക്ടറികൾ. അപ്പോൾ ഖുർആൻ നേർക്കുനേർ പറഞ്ഞതാണ്. ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി പറഞ്ഞെന്താ? പച്ചക്കള്ളം. ഖുർആനിലുണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കാമെന്ന്. അവരവരുടെ പെൺമക്കളെ കല്യാണം കഴിക്കാമെന്ന്. പിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചോളൂ എന്ന് ഖുർആനിലുണ്ട് എന്നാണ് അയാളോട് പോയി പറയണത്. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم. ഖുർആന്റെ നസ്സാണ്. നിങ്ങളുടെ ഉമ്മമാരെ കല്യാണം കഴിക്കൽ നിഷിദ്ധമാണ്, നിങ്ങളുടെ സഹോദരികളെ കല്യാണം കഴിക്കൽ നിഷിദ്ധമാണ്, നിങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിക്കൽ നിഷിദ്ധമാണ്. നിങ്ങളുടെ പെൺമക്കളെ ബനാത്തുക്കും, നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. മാത്രമല്ല വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി വഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനക്കും വഅഖവാത്തുക്കും മിനർ റളാഅതി വഉമ്മഹാതു നിസായിക്കും. അതായത് നിങ്ങളുടെ സഹോദരങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ ഉമ്മയെ കല്യാണം കഴിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ വാഹവാത്തുക്കും, നിങ്ങളുടെ പിതൃസഹോദരങ്ങൾ, പിതൃസഹോദരിമാർ, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാർ, അവരുടെ ഒന്നും കല്യാണം, നിങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിമാർ, അവരെയൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല, നിഷിദ്ധമാണെന്ന് ഖുർആൻ നേർക്കുനേർ പറഞ്ഞു. ഈ നേർക്കുനേർ പറഞ്ഞതിനെ പോയി ലണ്ടനിൽ പോയി പറയാണ് ഖുർആനിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു, അതായത് ഖുർആൻ ഇവരെയൊക്കെ ഈ ചെവിചന്ദ്രനെയും അതുപോലെ തന്നെ ഈ ആരിഫ് ഹുസൈനെയൊക്കെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഖുർആനിൽ പറഞ്ഞെന്നറിയാം? ഇതൊക്കെ നമുക്ക് വിശ്വാസികളായ ആളുകൾക്ക് ദൃഷ്ടാന്തമാണ്, വിശ്വാസികളായ ആളുകളായ നമുക്ക് ദൃഷ്ടാന്തമാണ്. എന്താണ് അവരെ പറ്റി ഖുർആൻ പറഞ്ഞത്? യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്. നിങ്ങളിതൊക്കെ പഠിക്കണം കേട്ടോ. ശരിക്ക് ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞതെന്നറിയാം. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരവരുടെ നാവുകൾ കൊണ്ട്, അവരുടെ വായ കൊണ്ട് ഖുർആനെ ഊതിക്കെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്, ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. എന്നാൽ അല്ലാഹു തആല അവൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി അവരുടെ വായ കൊണ്ട് അവർ ഖുർആനിനെ, ഇസ്ലാമിനെ, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ
വല്ലാഹു മുത്തിമ്മു നൂരിഹി, തീർച്ചയായിട്ടും അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കും.